നമ്മുടെ പോലീസ് സംവിധാനത്തിനെതിരെ അഥവാ നമ്മുടെ പോലീസ് സേനക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് ഈ പോലീസ് സംവിധാനം അഥവാ ഈ പോലീസ് സേന രൂപീകരിച്ച കാലത്തിലേക്ക് തന്നെ ഉയർന്നു കൊണ്ടിരുന്നതുമാണ്. നമുക്കറിയാം, നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പോലീസുകാരെല്ലാം നമ്മുടെ പോലീസ് സേനയിലുള്ളത്. അതുപോലെ തന്നെ ഇവരെ നിയന്ത്രിക്കുന്ന IPS ഉദ്യോഗസ്ഥരും അവരെയും നമ്മുടെ ഈ ഗവൺമെൻറ് മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ടുവരുന്നതല്ല. ഇതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ഈ പോലീസ് സേനയിൽ പലവിധ കൊള്ളരുതായ്മകളുമുണ്ട് എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നതൊരു വസ്തുതയാണ്. ഇതിനകത്ത് സംഘീയവൽക്കരണമുണ്ട്, ഇതിനകത്ത് RSSകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ലീഗുകാരുണ്ട്, അങ്ങനെ പലരുമുണ്ട്, പലവിധ ആശയക്കാരുമുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഈ പോലീസ് സേനാംഗങ്ങളൊക്കെ പലവിധ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ്. ഈ പലവിധ കുടുംബങ്ങൾക്കും പലവിധ രാഷ്ട്രീയ ആശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അത്തരം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വ്യക്തികൾക്ക് രാഷ്ട്രീയപരമായ ആശയങ്ങൾ മനസ്സിലുണ്ടാവും, പോലീസുകാരാണെങ്കിലും എന്നുള്ളതാണ് വസ്തുത. കാരണം പോലീസുകാരും മനുഷ്യരാണല്ലോ. അവർക്കും രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകളുണ്ടാകും, വിശ്വാസമുണ്ടാകും, അതോടൊപ്പം മതവിശ്വാസങ്ങളും ഉണ്ടാകും. രാഷ്ട്രീയരായ ആളുകളുണ്ടാവും, രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമില്ലാത്തവരുണ്ടാവും, അതോടൊപ്പം തന്നെ ജാതി മതവിശ്വാസങ്ങളും ഇല്ലാത്തവരും ഉണ്ടാവും. ഏതായാലും ഈ സേനയിൽ ഏറ്റവും കൂടുതൽ സംഘീവൽക്കരണം നടക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ ചാനലായ മീഡിയകളുമാണ്. എന്നാൽ ഈ മൗദൂദികളും ഈ പോലീസ് സേനയിലുണ്ട്, എണ്ണത്തിൽ കുറവാണെങ്കിലും എന്നുള്ളതും ഒരു സത്യമാണ്. അവർക്കും അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയപരമായ ആശയങ്ങളും അവരുടെ ആളുകളോട് ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാകും. ഇത് എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. പിന്നെ ഇതിനകത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില രാഷ്ട്രീയ പാർട്ടികളോട് വിധേയത്വം ഉണ്ടാവുക, ചില നേതാക്കന്മാരോട് വിധേയത്വം ഉണ്ടാവുക, ചില ആശയങ്ങളോട് വിധേയത്വം ഉണ്ടാവുക, ഇതൊക്കെ എല്ലാ കാലത്തും ഈ സേനയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പണ്ട് കാലത്ത് പുലിക്കോടൻ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ജയറാം പടിക്കൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവർക്കൊക്കെ കോൺഗ്രസ് നേതാവായ കരുണാകരനോടുമൊക്കെ അങ്ങേയറ്റ വിധേയത്വവും കൂടുതലും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയുന്ന പരസ്യമായ രഹസ്യമാണ്. അടിയന്തരാവസ്ഥക്കാലത്തൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്രമാത്രം അതിക്രമങ്ങളാണ് കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. രാജൻ കേസ് തന്നെ ഇതിന് ഉദാഹരണമായിട്ട്, ജീവിക്കുന്ന ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ട്. പിന്നെ നിലവിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അവസ്ഥകൾ നമുക്കറിയാം. ഇപ്പോൾ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖ, TP സെൻകുമാർ മുതലായ പേരുകേട്ട കുലകൊമ്പന്മാരും കുമ്പത്തികളുമായിരുന്ന IPS ഉദ്യോഗസ്ഥരൊക്കെ അവർ സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം അവർ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് നമുക്കറിയാം. ഇന്ന് BJPയുടെ സംഘപരിവാരങ്ങളുടെ നാവായിട്ട് പ്രവർത്തിക്കുന്ന ശക്തരായ പ്രവർത്തകരാണ് സെൻകുമാറും അതുപോലെ നമ്മുടെ ശ്രീലേഖയുമൊക്കെ. നമുക്കറിയാം, പരസ്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോലും ഇന്ന് സജീവമാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാ കാലത്തും പോലീസ് സേനയിൽ ഉണ്ടായിട്ടുണ്ട്. അത് 2025 ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നമ്മളിത് പറയാൻ കാരണം 2 ദിവസമാണ് പാലത്തായി പീഡനക്കേസിൻ്റെ വിധി വന്നത്. ഈ പാലത്തായി പീഡനക്കേസിൻ്റെ നാളുവഴികളിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇതിൽ പ്രതി എന്ന് പറയുന്നത് ഒരു പക്ക RSSകാരനായിരുന്നു, RSSൻ്റെ നേതാവായിരുന്നു, BJPക്കാരനായിരുന്നു. അതുകൊണ്ട് അയാൾ ഈ കേസിൽ നിന്നും തടിയൂരിയെടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ പോലീസ് സേനയിലെ ഈ RSSുമായിട്ട് സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള ആ ആശയങ്ങൾ മനസ്സിൽ പേറുന്ന ആളുകൾ അങ്ങേറ്റം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതും കേരള സമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും ഈ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചു എന്നുള്ളതും ശ്ലാഘനീയമാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ ഈ കേസന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചു, അത് അവസാനിച്ചു, കോടതിയിലെത്തി. കോടതിയിൽ ഈ പ്രതി ഈ പീഡനകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടു. ഇയാൾക്ക് മരണം വരെ ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തു. അതൊരു യാഥാർത്ഥ്യവുമാണ്.
ഈ കേസിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ ഈ പ്രതിയായ RSSകാരൻ പലതവണ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. ക്ലാസ്സുള്ള ദിവസങ്ങളിൽ വിദ്യാലയത്തിൻ്റെ മൂത്രപ്പുരയിൽ വെച്ച്, ബാത്റൂമിൽ വെച്ച് ആരും കാണാത്ത വിധത്തിൽ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന്, ക്ലാസ് ഇല്ലാത്ത ദിവസം LSSന് ക്ലാസ് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന്, ഇത് മാസങ്ങളോളം തുടർന്നു എന്നതുമാണ് കേസ്. കുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിനാൽ ഈ കാര്യം കുട്ടി ആരോടും തുറന്നു പറഞ്ഞില്ല. അവസാനം പീഡനം അസഹനീയമായ സമയത്താണ് ഈ കുട്ടി നിർബന്ധ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ കുട്ടി വീട്ടുകാരുടെ ഈ വിഷയം തുറന്നു. കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ചില വ്യത്യാസങ്ങൾ കണ്ടതിനെ തുടർന്ന് മുതിർന്നവർ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊടിയ പീഡനം നടന്ന കാര്യം വീട്ടുകാർ അറിയുന്നത്. ഈ കുട്ടി ഈ വിഷയം തുറന്നു പറയാൻ നിർബന്ധിതയാവുകയായിരുന്നു. കാരണം ഭീഷണിപ്പെടുത്തി ഈ കുട്ടിയെ അങ്ങ് നിർത്തിപ്പോവുകയാണ് ചെയ്തത് ഈ അധ്യാപകൻ. അതുകൊണ്ട് തന്നെ അധ്യാപകന്റെ ഭീഷണിയെ പേടിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളോളം ഈ കൊടിയ പീഡനം സഹിച്ച് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കുട്ടി അങ്ങനെ കഴിഞ്ഞു. വൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഈ കുട്ടി ഈ പ്രശ്നം തുടർന്ന് വീട്ടുകാർ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ, ഈ പാലത്തായി ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. എന്നാൽ പോലീസുകാർ RSS ബന്ധമുള്ളവരും RSSകാരും RSSനോട് താല്പര്യമുള്ളവരും ആയതുകൊണ്ട് ഈ കേസ് അന്വേഷണത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത്. ഈ കേസിനെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അങ്ങനെ ഏതാനും മാസങ്ങൾ കടന്നുപോയി. അതുകൊണ്ട് ഈ കേസ് അന്വേഷണം ഒട്ടും തൃപ്തികരമായി മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് പരാതി ഉന്നത തലങ്ങളിൽ ഉന്നയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ വരുന്നു, മറ്റൊരു അന്വേഷണ സംവിധാനം വരുന്നു. അവർ അതിനകത്തും ഈ RSS BJP ആശയക്കാരുണ്ടായതുകൊണ്ട് അവരും ഈ കേസ് അന്വേഷണത്തിൽ ഒരു തണുപ്പിനും മറ്റിലാണ് സ്വീകരിച്ചത്. മര്യാദയ്ക്ക് ഒരു FIR പോലും തയ്യാറാക്കി നൽകാൻ അവർ തയ്യാറായില്ല. മാത്രമല്ല, ഈ കുട്ടിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട്. ഈ കുട്ടി പറയുന്നത് പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളാണ്, ഉണ്ണിയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേസിനെ ദുർബലമാക്കി ഈ പ്രതിയെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു തിടുക്കം രണ്ടാം ഘട്ടത്തിൽ വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. ഈ പീഡനം നടന്ന തീയതികളും ദിവസങ്ങളും ഒന്നും കൃത്യമായിട്ട് ഈ കുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല. കുട്ടി പറയുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അതിന് തീയതിയും ദിവസവും കൃത്യമായിട്ട് ഓർക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അത് മുതിർന്ന ഒരു കുട്ടിയല്ല. ഏതായാലും ആ കേസ് അങ്ങനെ പോയി. അങ്ങനെ നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും നിരന്തരമായിട്ട് ഈ കേസിൽ വിധി കിട്ടാൻ വേണ്ടി പരക്കം പായുകയും ഒടുവിൽ നാട്ടുകാർ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അവർ നിരവധിയായ പരാതികൾ ഉന്നത തലങ്ങളിലേക്ക്, മന്ത്രിസഭാ തലങ്ങളിലേക്കൊക്കെ എത്തിച്ചതിൻ്റെ ഫലമായി വീണ്ടും ഒരു അന്വേഷണ ഏജൻസി വരികയും ഈ അന്വേഷണ ഏജൻസി ഈ പ്രതിയായ RSSകാരനായ അധ്യാപകൻ കുറ്റക്കാരനാണ് എന്ന് തെളിയിച്ചു. തുടർന്ന് ഈ കേസ് കോടതിയിലെത്തി. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച റിപ്പോർട്ട് അത് വായിച്ച് മനസ്സിലാക്കിയ കോടതി ഈ പ്രതി 100% കുറ്റക്കാരനാണ് എന്ന് മനസ്സിലാക്കുകയും യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ പ്രതിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഇതാണ് കേസിന്റെ അവസ്ഥ. ഈ വിധി കോടതിയിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ പ്രതിയായ RSS തീവ്രവാദി കോടതിയോട് പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഞാനിത് നിരപരാധിയാണ്, ഞാൻ ഈ കേസിൽ നിരപരാധിയാണ്, ഇതിന് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് ഇയാൾ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്താൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ് എന്നും പറഞ്ഞു. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പത്രമാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി, ഇതൊരു കെട്ടിച്ചമച്ച കേസാണ്, ഇത് SDPIക്കാരും മറ്റു മത തീവ്രവാദികളും ഒക്കെ കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്ന തരത്തിൽ അദ്ദേഹവും പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദങ്ങളൊക്കെ കോടതിയെ തള്ളിക്കളയുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ പ്രതിഭാഗം വക്കീൽ ഈ കേസിൽ ഒരു 100% സമ്പൂർണ്ണ പരാജിതനായ ഒരു വക്കീലായി പോയി എന്നുള്ളത് വസ്തുതയാണ്.
ഏതായാലും ഈ പ്രതി പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കാം. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കുറ്റവാളി താൻ കുറ്റവാളിയാണ് എന്ന് സംബന്ധിച്ച ചരിത്രം സാധാരണഗതിയിൽ ഇല്ല എന്നതാണ് വസ്തുത. ഞാൻ നിരപരാധിയാണ് എന്ന് ഒരു കുറ്റവാളി പറഞ്ഞാൽ ഇയാൾ നിരപരാധിയാണ് എന്ന് ഏതെങ്കിലും കോടതി പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ പ്രഖ്യാപിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? അത് തെളിയിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്താൽ അത് ആരായാലും, ഇയാളാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി, ഒരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് വന്നാൽ ഒരു പക്ഷേ അയാളുടെ വീട്ടുകാർക്ക് അഭിമാനബോധമുണ്ടെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്യും. ഭാര്യയും മക്കളുമൊക്കെ ഈ സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യം ചിഹ്നമായിട്ട് ജീവിക്കേണ്ട സാഹചര്യമാണ്. അവർ പല കടമയും ചെയ്യും എന്ന കാര്യം ഉറപ്പാണ്. ഒരു പക്ഷേ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്നും വരാം. നമ്മുടെ നാട്ടിലേക്ക് അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടം കയറി ആത്മഹത്യ ചെയ്തവരും ഇങ്ങനെയുള്ള പീഡന ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ നാണം വിട്ടവരുമൊക്കെ ജീവനൊടുക്കിയ ചരിത്രമൊക്കെ ഉള്ള രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചാലും അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ വ്യക്തികൾ ചെയ്യേണ്ടത് എന്താണ്? സത്യസന്ധമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ശിക്ഷ വിധിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പോക്സോ കേസിലെ പ്രതികളൊക്കെ കേസ് വിധിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും നമ്മുടെ ഹൈക്കോടതി ഈ കേസ് വിശദമായിട്ട് പഠിച്ച് ഈ RSS അനുകൂല ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ കേസിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടും, അതുപോലെ തന്നെ കേരളത്തിലെ പേരുകേട്ട വക്കീലന്മാരൊക്കെ ഈ പ്രതിക്ക് വേണ്ടി RSS ബിജെപിക്കുന്ന ഒത്താശയോടുകൂടി കോടതിയിൽ ഹാജരായിട്ടും ഈ വ്യക്തി കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചെങ്കിൽ അത് നമ്മുടെ നിയമവ്യവസ്ഥതയുടെയും അതുപോലെ തന്നെ നമ്മുടെ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൻ്റെയും ഫലം കൂടിയാണ് എന്ന് നമുക്ക് കാണാതിരിക്കാൻ കഴിയും.